ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെ അടുത്തൊക്കെ ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താണ് വിഷയം എന്നുള്ളത് കുറച്ചു പേർക്കെങ്കിലും ഒക്കെ അറിയാം. കാരണം നമ്മുടെ സൗഹൃദ വലയത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ ദിവസവും ലൈവിലും വീഡിയോയിലും വന്നിട്ട് നമ്മളെ കുറിച്ച് ഇല്ലാത്ത അലിഗേഷൻസ്, ഉള്ളത് പറഞ്ഞോട്ടെ കുഴപ്പമില്ല, ഇല്ലാത്ത അലിഗേഷൻസ് കളവ് ചേർത്ത് പറയുമ്പോൾ അതിൽ കുറച്ചു പേരെങ്കിലും ഇതൊക്കെ സത്യമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടാവും. ധരിച്ചു പോയിട്ടുണ്ടാവും എന്ന് പറയുന്നത് ശരിയല്ല, തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോസുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയിട്ടുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ അറിയിക്കാൻ മറക്കരുത് കമന്റ് ബോക്സിലൂടെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വിഷയത്തിലോട്ട് വരാം. ഞാനിവിടെ ആരുടെയും പേരോ കാര്യങ്ങളോ ഒന്നും പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അതായത് നമ്മൾ യൂട്യൂബിലൂടെ വീഡിയോസ് ഒക്കെ ചെയ്തു പോകുന്നതുകൊണ്ട് തന്നെ നമ്മളെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന, നമ്മളെ സ്നേഹിക്കുന്ന കുറേ നമ്മുടെ ആളുകൾ ഉണ്ടാവാം. അതിൽ ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ഉണ്ടാവാം, കുട്ടികളുണ്ടാവാം. ഓക്കെ, അങ്ങനെ എനിക്ക് യൂട്യൂബിലൂടെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ എൻ്റെ ഒരു വീഡിയോക്ക് അടിയിൽ ഒരു കമന്റ് വന്നു, ഇക്ക നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാനത് ഇഗ്നോർ ചെയ്തു. കാരണം സത്യത്തിൽ എനിക്ക് ആ ചാനലും അറിയില്ല, അവരെ അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാനത് ഇഗ്നോർ ചെയ്ത് വിട്ടു. വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീഡിയോ ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ വീണ്ടും ഒരു കമന്റ് വന്നു, ഇക്ക നിങ്ങളുടെ നമ്പർ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാൻ ഈ ID ഒന്ന് നോട്ട് ചെയ്ത് സെർച്ച് ചെയ്ത് പോയി നോക്കുമ്പോൾ ഈ മേൽപ്പറഞ്ഞ വ്യക്തിയാണ് എന്നോട് കമന്റിലൂടെ എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ കൊടുത്തില്ല. അങ്ങനെ ആ ഒരു സംഭവം ഞാൻ ഇഗ്നോർ ചെയ്ത് വിട്ടു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ എൻ്റെ വീഡിയോക്ക് അടിയിലും കാര്യങ്ങളിലും ഒക്കെ നല്ല കമന്റുകൾ വന്ന് എഴുതുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രസ്തുത ആള്. അപ്പോൾ അങ്ങനെ നമ്മൾ തുടരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്യുമല്ലോ ചില ഐഡികൾ, അതിൽപ്പെട്ടൊരു വ്യക്തിയായിരുന്നു. അങ്ങനെ എനിക്കന്ന് യൂട്യൂബിലൂടെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്, യൂട്യൂബിലൂടെ കിട്ടിയ സൗഹൃദം തന്നെയാണ് നമ്മുടെ ഇത്ത. അവര് എൻ്റെ അടുത്ത് ഇങ്ങനെ വീഡിയോയിലൂടെ വരും, കമന്റിലൂടെ ഒക്കെ വരും, സംസാരിക്കും. അപ്പൊ ഞാൻ അവരുമായിട്ട് അത്രയും മിങ്കിലായി പോകുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവരുടെ ലൈവിൽ ഈ പറഞ്ഞ വ്യക്തിയെ കാണാറുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ പേര് പറയാത്ത ഒന്നും ഉണ്ടായിട്ടല്ല. ഞാൻ പേര് പറഞ്ഞിട്ട് ഇനി അവർക്ക് അതൊരു പ്രശ്നമാവണ്ടെന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നല്ല. നിങ്ങൾക്ക് ആളെ പിടികിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, അങ്ങനെ അവർ തമ്മിൽ ഭയങ്കര കോണ്ടാക്ടും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ ഇത്ത എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ ചാനൽ നിർത്തിപ്പോയ ഈ ഇത്ത എൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കൊരു ഗ്രൂപ്പ് ഇങ്ങനെ വെച്ചിട്ട് എല്ലാവരും കൂടെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്താലോ, എന്നാ പിന്നെ നമുക്ക് എന്തെങ്കിലും പരസ്പര സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സംസാരിക്കാലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കൊല്ലത്തുള്ള ഒരു ബ്ലോഗർ ഉണ്ടല്ലോ, അവരെ നിരന്തരം വീഡിയോ ചെയ്ത് അവരെ എന്താ പറയാ മാനസികമായിട്ട് ഹർട്ട് ചെയ്യുന്ന ഒരു പരിപാടിയായിരുന്നു ഈ പുള്ളിക്കാരത്തേക്ക്. അപ്പൊ അന്ന് ഞാനും 2-3 വീഡിയോസ് അവർക്കെതിരെ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് തന്നെ എനിക്കതിൽ അത്ര പ്രത്യേകിച്ചൊന്നും തോന്നും ചെയ്തില്ല. സപ്പോർട്ട് എന്നോട് കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളെ മേൽ പറഞ്ഞിട്ടുള്ള ഈ ഇത്ത ചാനൽ നിർത്തിപ്പോയ ഇത്ത എന്നോട് പറഞ്ഞു, ഈ ഒരു ഗ്രൂപ്പ് എന്നാ ഒന്ന് സെറ്റപ്പ് ആക്കാൻ നോക്കുക, അവർക്ക് അറിയില്ല പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനായിട്ട് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തോളൂ, എന്നെ അതിൽ ആഡ് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോ അവര് തമ്മിൽ സംസാരിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, എന്റെ നമ്പർ അതിലിടയ്ക്ക് ഈ സ്ത്രീ കൈക്കലാക്കിട്ടോ, ഈ നമ്മളെ ഈ ചാനൽ നിർത്തിപ്പോയ അവരുടെ കൈക്കളിൽ നിന്നും കയ്യിലാക്കിയതിന് ശേഷം എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ സംസാരിച്ചത്. അപ്പൊ ഞാൻ അവരുടെ ഒരു ലൈവിൽ ആദ്യം പോയിട്ട് കുറച്ച് കമന്റുകൾ ഇട്ടിരുന്നു. അന്ന് അവരുടെ ലൈവിൽ 5-6 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ ഞാനും ഒരു യൂട്യൂബിൽ ചാനൽ നടത്തുന്ന ആള് എന്നുള്ള സ്ഥിതിക്ക് എന്റെ ചാനലുകൾ അവർ കണ്ടിട്ടുണ്ട്, എന്നെ അവർക്ക് യൂട്യൂബിലൂടെ മുഖപരിചയമുണ്ട്. അങ്ങനെ തമ്മിൽ കോണ്ടാക്ട് ആയി അവരുടെ നിർദ്ദേശപ്രകാരം ഞാനൊരു ചാനൽ, അതായത് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ആ ക്രിയേറ്റ് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ ഞങ്ങൾ 5 പേരാണ് ഉണ്ടായിരുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് കേട്ട് ആവർത്തന വിരസത അനുഭവപ്പെടുന്ന കാര്യമായതുകൊണ്ട് വലിച്ചു നീട്ടി പറയാൻ എനിക്ക് താല്പര്യമില്ല സത്യത്തിൽ. അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, നല്ല ചിരിയും കളിയും നല്ല രസകരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് എന്നും ഇവരുടെ കണ്ടന്റ് ഈ കൊല്ലത്തുള്ള സ്ത്രീനെ കുറിച്ചിട്ട് വീഡിയോ
ചെയ്യുക. അവരെന്തെങ്കിലും ഒരു വീഡിയോസോ ലൈവോ വന്നു കഴിഞ്ഞാൽ അതിനെ പ്രതികരിച്ചിട്ട് അതിലെ ന്യൂനതകൾ എടുത്തു കാണിച്ച് അങ്ങനെ വീഡിയോ ചെയ്തു പോയി. അവരുടെ ചാനൽ നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാൻ കഴിയും. ഒരു 8 മാസം മുമ്പൊക്കെ ഉള്ള ചാനലിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും വീഡിയോസ് എങ്ങനെയുള്ള വീഡിയോസുകളായിരുന്നു എന്നുള്ളത്. ഞാൻ കളവ് പറയല്ല, സത്യസന്ധമായ കാര്യങ്ങളാണ് ഈ പറയുന്നത്. കാരണം ഈ വിഷയങ്ങൾ എന്താണ് എന്നറിയാത്ത കുറെ ആളുകൾ ഉണ്ട്. അവര് എന്തായാലും അവർക്ക് വിഷയം അറിയില്ലെങ്കിൽ അവരെന്നെ കുറ്റപ്പെടുത്തും. ഓക്കെ, അപ്പൊ അതിനൊരു ക്ലാരിഫിക്കേഷൻ വീഡിയോസ് ആയിട്ടാണ് ഞാൻ നിങ്ങളോട് ഈ വിഷയങ്ങൾ പറഞ്ഞു തരുന്നത്. ഞാനിതൊരു പാർട്ട് 1 പാർട്ട് 2 ഒക്കെ ആയിട്ട് ഞാൻ ചെയ്യാം, അല്ലാതെ ഇത് പറഞ്ഞാൽ തീരില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ സന്തോഷത്തോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നും ചിരിയും കളിയും കാര്യങ്ങളും വരുന്ന ആ ഗ്രൂപ്പില് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് പറഞ്ഞ എൻ്റെ അടുത്ത്, എനിക്കൊരു ബെസ്റ്റ് ഉണ്ട്, ബോയ് ഫ്രണ്ട് ആണ്, അവരും കൂടെ നമുക്ക് ഈ ഗ്രൂപ്പിൽ ആഡാക്കായിരുന്നില്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനെന്താ, ആഡാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം ഞാൻ ആ ഗ്രൂപ്പിൽ അഡ്മിഷനായിട്ടിരിക്കുന്ന ആളല്ലേ, നമ്പർ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അപ്പൊ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഇവരെന്നെ പറഞ്ഞു, അല്ല വേണ്ട, ഞാൻ അവരെ ഇവിടെ ഇതിൽ ആഡാക്കി കഴിഞ്ഞാൽ എന്റെ ഫ്രീഡം മൊത്തം ഈ ഗ്രൂപ്പിൽ നിന്ന് നഷ്ടപ്പെടും, അതുകൊണ്ട് അത് വേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട, ശരി ആഡാക്കണ്ട. പക്ഷെ അദ്ദേഹത്തിന്റെ നമ്പർ എനിക്ക് തന്നിരുന്നു, നിങ്ങളൊന്ന് വിളിച്ച് സംസാരിക്കണം കേട്ടോ ഇക്ക, നിങ്ങളുടെ നമ്പർ ഞാൻ അവർക്കും കൊടുക്കുന്നുണ്ട് പറഞ്ഞിട്ട്. ആയിക്കോട്ടെ, നമുക്കതിൽ പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. ആണുങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് പെണ്ണുങ്ങൾ ഉണ്ടാവാം, പെണ്ണുങ്ങൾക്ക് ഫ്രണ്ട്സ് ആയിട്ട് ആണുങ്ങളും ഉണ്ടാവാം, സ്വാഭാവികമാണ്, അതിനൊന്നും നമുക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഈ പുള്ളി ഒരു ദിവസം എന്നെ വിളിച്ച് സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നോട് പറഞ്ഞിരുന്നു, എനിക്ക് അറിയാം നിങ്ങളെ കുറിച്ചിട്ട്, അതുകൊണ്ട് എന്തെങ്കിലും വിശേഷം എന്നൊക്കെ വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഫോർമൽ സംസാരിച്ച് അന്ന് കട്ട് ചെയ്തു. പിന്നെ കുറെ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അദ്ദേഹം വിളിച്ചു. അങ്ങനെ നിരന്തരം പിന്നെ പുള്ളി എന്നെ ഇങ്ങനെ വിളിക്കൽ തുടങ്ങി. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു ഫ്രണ്ട്ഷിപ്പായിട്ട്. അതിനിടക്കാണ് നമ്മുടെ പിന്നെ ഇത് വന്നത്, നോമ്പ് വന്നത്. നോമ്പ് വന്ന സമയത്ത് നമ്മുടെ മുസ്ലിം സമ്പ്രദായത്തിൽ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു വീഡിയോസിൽ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ആവർത്തന വിരസത അനുഭവപ്പെടും. അപ്പൊ പൊരുത്തം ചോദിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നുള്ളൊരു സമ്പ്രദായം അവിടെ ഉണ്ട്. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഈ കൊല്ലത്തുള്ള ഈ വ്യക്തിയുമായി ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ നമ്പർ എന്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ അവരോട് പറഞ്ഞു ഇങ്ങനെ മാസം വരികയാണ്, അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും അറിയാതെയോ അറിഞ്ഞോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊരുത്തപ്പെടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അവര് ഓക്കെ കുഴപ്പമില്ല, ഇനി എന്നെ കുറിച്ച് നിങ്ങൾ ചെയ്യരുത് കേട്ടോ പറഞ്ഞാൽ ഓക്കെ, ഞാൻ നിങ്ങളെ കുറിച്ച് ചെയ്യുന്നില്ല എന്നും പറഞ്ഞു. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല കേട്ടോ. നമ്മളൊരു വാക്ക് ഒരു മനുഷ്യനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാക്കായിരിക്കണമല്ലോ. ആ ഒരു വിഷയം ഞാൻ ഈ 5 പേരടങ്ങുന്ന ഗ്രൂപ്പിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളതാണ് എന്റെ മേലെ ആരോപിക്കുന്ന ഏറ്റവും ഫസ്റ്റ് പ്രശ്നം. ഓക്കെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ, എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരാളല്ല. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് എന്റെ ജീവിതത്തിൽ ഉടനീളം ചെയ്തു പോകുന്ന ഒരാളാണ് ഞാൻ. അത് അറിഞ്ഞത് മുതൽ ഇവിടെ ഗ്രൂപ്പിൽ പ്രശ്നം തുടങ്ങി. കാരണം ഇവര് എതിർത്ത് വീഡിയോ ചെയ്യുന്ന ആളുകളാണല്ലോ. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഞാൻ പോയിട്ട് പൊരുത്തം ചോദിച്ചു, സംസാരിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ചതി എന്ന രീതിയിലാണ് അവരെടുത്തത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതൊരു ചതിയല്ല. ഈ നോമ്പ് വരുന്നതിന്റെ മുമ്പ് നമ്മൾ പരസ്പരം പറഞ്ഞു പൊരുത്തപ്പെടിപ്പിക്കുക എന്നുള്ളത് ഒരു ഇസ്ലാമിക കാഴ്ചപ്പാടാണ്, അത് മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്കത് പ്രശ്നമൊന്നും തോന്നിയില്ല. ഞാൻ എന്റെ വീട്ടുകാരുമായി സംസാരിച്ച് ചെയ്തൊരു വിഷയമായതുകൊണ്ട് അത് ചെയ്തോ നല്ലതാണ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കർമ്മങ്ങളൊന്നും അതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ എത്തൂല എന്ന് പറഞ്ഞത് കൊണ്ട് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയാണ് എന്റെ മാതാപിതാക്കൾ. അപ്പൊ അതുകൊണ്ട് ഞാനത് ചെയ്തു. എന്റെ ഭാര്യയുമായി സംസാരിച്ച വിഷയമാണ്, അവരും പറഞ്ഞത് അത് തന്നെയാണ്, അങ്ങനെ ചെയ്താൽ മതി. ഞാനങ്ങനെ പോയി. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ അതിൽ ഒരു അധികപ്പറ്റായിട്ട് മാറി. കാരണം എന്നും പ്രശ്നങ്ങളും കാര്യങ്ങളും ഇതിനെക്കുറിച്ച് ചൊല്ലിയത്, എന്നും സംസാരം കാര്യങ്ങളും, നമ്മളെ ഈ ചാനൽ നിർത്തിപ്പോയ എത്ര പോലും എന്നോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട് ഈ ഒരു വിഷയത്തിന് പേരിൽ. ഞാൻ പറഞ്ഞു എനിക്ക് ശരിയെന്ന് തോന്നിയതാണ് ഞാൻ ചെയ്തത്, നിങ്ങൾക്കത് തെറ്റാണെങ്കിൽ തെറ്റ്, അങ്ങനെയാണെങ്കിൽ നമുക്ക് താല്പര്യമില്ല, നമ്മൾ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കിക്കോളൂ, പ്രശ്നമില്ല. പക്ഷെ എന്റെ രീതി ഇതാണെന്ന് പറഞ്ഞാൽ അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതിനെ തുടർന്ന് ഞാൻ പറഞ്ഞു നിരന്തരം നമ്മളൊരാളെ വേട്ടയാടുന്നത് ശരിയല്ല, എനിക്കത് ശരിയായിട്ട് തോന്നുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു മാസം വരുന്നത് കൊണ്ട് തന്നെ അവരോട് സംസാരിച്ചിട്ട് അത് ക്ലിയർ ചെയ്യാൻ ഏറ്റവും നല്ലത്. നോമ്പ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് മാർഗമല്ലെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ നോമ്പിനെ ബഹുമാനിച്ചിട്ട് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞത് ഒന്നും അവർക്ക് പറ്റിയില്ല. അന്ന് മുതൽ ഞാൻ ശത്രുപക്ഷത്താണ്. അങ്ങനെ ഗ്രൂപ്പിൽ നിന്ന് അവർ ലെഫ്റ്റ് അടിച്ചു പോയി. അതിന്റെ കൂടെ ആ മറ്റൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, ആ കുട്ടി ലെഫ്റ്റ് അടിച്ചു പോയി. ഞങ്ങൾ 3 പേരും മാത്രമായി പിന്നെ ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സ്ഥിതിക്ക് ഇനിയിപ്പോ ഈ ഗ്രൂപ്പിൽ അങ്ങനെ മുന്നോട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല, ഗ്രൂപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്യും ചെയ്തു.